വളരെ വളരെ സന്തോഷം. നമുക്ക് ഏതാണ്ട് കഴിഞ്ഞ ഉത്തർപ്രദേശിൽ നടന്ന കുംഭമേളയിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. ആ സമയത്ത് നമ്മൾ കണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ചേർന്നുകൊണ്ട് 40 കോടി ആളുകളെ അവിടെ പ്രതീക്ഷിച്ചു. അത് അങ്ങേയറ്റത്തെ പ്രതീക്ഷയായിരുന്നു. പക്ഷേ 62 കോടി ആളുകൾ ആ കുംഭമേളയിൽ പങ്കെടുക്കുകയുണ്ടായി. എന്നാൽ അവിടെ 75,000 കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അവർ നടത്തുകയും ലോകം മുഴുവൻ അത് ഉൾക്കൊള്ളുകയും കാണുകയും അത്ഭുതപ്പെടുകയും ചെയ്യുകയുണ്ടായി. പക്ഷേ ഇത് സൗത്ത് ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ മഹാമാഗം അത് ഒരുമിച്ച് ഈ നിളാ നദിക്കരയിൽ ഉണ്ടായി എന്നുള്ളതും അതിൻ്റെ ആ കാഴ്ചയിൽ ഒരു മണൽത്തരിയായിട്ട് ചേരാൻ സാധിച്ചു എന്നുള്ളതും ആത്മീയ തലത്തിൽ ചിന്തിക്കുന്ന സമയത്ത് മഹാഭാഗ്യമായിട്ടാണ് കരുതുന്നത്. മാത്രവുമല്ല, ഏതാണ്ട് 270ഓളം വർഷങ്ങൾക്ക് ശേഷം ഇപ്പുറത്ത് ഒരു കൂടിച്ചേരൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു അത്ഭുതവും അതിലുപരിയായിട്ട് മനസ്സിനകത്ത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ലോകം മുഴുവനുമുള്ള മനുഷ്യരെ ഒരേ ഭാവത്തിൽ കണ്ട് ചലിക്കുന്നതും ചലിക്കാത്തതുമായ, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ മുഴുവൻ വസ്തുക്കളിലും ഈശ്വരീയ ദർശനം കാണുന്ന സനാതന സംസ്കാരത്തിൻ്റെ ഒരു വിരാട് രൂപമാണ് നമുക്കിവിടെ ഈ നദിക്കരയിൽ കാണാൻ സാധിക്കുന്നത്. ചേച്ചി ഏറ്റവും കൂടുതൽ പറയുന്നൊരു കാര്യമുണ്ട്, ആത്മീയ ടൂറിസം. കേരളത്തിൽ അതിന് ഒരുപാട് സാധ്യതകളുണ്ട് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ കുംഭമേളയും ആ ആത്മീയ ടൂറിസത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൃത്യമായ കാര്യമല്ലേ? അതിൽ ഈ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു കൃത്യമായ പിന്തുണ ഇവിടെ വേണ്ടതല്ലേ? പക്ഷേ ഇവിടെ ഇതിന് താൽക്കാലിക പാലത്തിന് അനുമതി നിഷേധിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളാണ് ദൗർഭാഗ്യവശാൽ ഉണ്ടായത്. കേരള സർക്കാർ വിചാരിച്ചത് ഇതിന് ഒരു അനുമതി തടഞ്ഞാൽ, ആളുകൾക്ക് യാത്രാ ദുരിതമുണ്ടായാൽ ആളുകൾ ഇവിടെ ഒരുമിച്ച് ചേരുകയില്ല എന്നുള്ള ധാരണയായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ ജനം കൃത്യമായിട്ട് അവർ തീരുമാനമെടുത്തു, ഞങ്ങൾക്ക് യാത്രാ സൗകര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ അവിടെ ഒരുമിച്ച് ചേരും എന്നുള്ള അതിശക്തമായ മനുഷ്യൻ്റെ ആത്മീയതയുടെ പ്രതിധ്വനി ഇവിടെ കാണാൻ സാധിച്ചത്. മാത്രവുമല്ല, സ്പിരിച്വൽ ടൂറിസത്തിന് ഇനിയും സർക്കാർ ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ മാപ്പ് പറയേണ്ടതാണ്. അത്ര കണ്ട് ജനങ്ങൾ ഒരുമിച്ച് വരുമെന്നുള്ള ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് മുന്നിൽ കണ്ടിട്ടുകൂടി ഇവിടെ ആളുകൾ ഒരുമിച്ച് ചേരുന്നതിന് അവർ ഭയപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ലോകം നമ്മളെ ഉറ്റുനോക്കിയിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയത് 17 ലോകരാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ മഹാമാഗം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കുംഭമേളയ്ക്ക് തുല്യമായ രീതിയിലേക്ക് നമ്മുടെ നാട് ഉയരുമ്പോൾ മാറ്റിവെച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഒന്നില്ലല്ലോ. അപ്പോൾ ഭരണകക്ഷി മാത്രമല്ല, പ്രതിപക്ഷത്തിൻ്റെ ലീഡറായിട്ടുള്ള ഏത് കാര്യത്തിനും അഭിപ്രായം പറയുന്ന ശ്രീമാൻ വി ഡി സതീശൻ പോലും ഇതെന്താണെന്നൊന്നും ഒന്ന് കണ്ടു നോക്കാൻ വന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അവർ ചിന്തിച്ചത് രാഷ്ട്രീയം മാത്രമാണ്, അവർ ചിന്തിച്ചത് വോട്ടിനെ കുറിച്ച് മാത്രമാണ്. എന്നാൽ ഇവിടെ നമുക്കറിയാം, ഈ കേരളം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവനെ പോലെ, ചട്ടമ്പി സ്വാമികളുടെ ഗുരുവായിട്ടുള്ള സദാനന്ദ ആശ്രമത്തിലെ അന്നത്തെ ആ അവധൂത സ്വാമിയെ പോലെ ശക്തിയുടെ പ്രതിധ്വനി, അതായത് എങ്ങനെയാണ് സനാതന ധർമ്മത്തെ ഉണർന്ന് എണീൽപ്പിച്ചു നിർത്തേണ്ടത് എന്ന് പറഞ്ഞ സത്യാനന്ദ സരസ്വതി സ്വാമികളെ പോലെ, ഭഗവത്ഗീത എന്ന് പറയുന്ന മഹാമന്ത്രം കൊണ്ട് എങ്ങനെയാണ് ഒരുമിച്ച് ചേരൽ ഉണ്ടാകേണ്ടത് എന്ന് പഠിപ്പിച്ച ചിന്മയാനന്ദ സ്വാമികളെ പോലെ എത്രയോ മനീഷികൾക്കും സന്യാസി വര്യന്മാർക്കും ജന്മം ഈ നാട് എല്ലാവരുടെയും നാടാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ജപിക്കുന്ന മന്ത്രമാണ്. വസുദൈവ കുടുംബകം എന്നുള്ളതാണ്. ഒരു കുടക്കീഴിൽ ലോകം മുഴുവൻ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നാട്ടിൽ ഇതിനെ രാഷ്ട്രീയ ലാക്കോട് കൂടിയിട്ടാണ് മുഖ്യമന്ത്രിയും ഭരണകൂടവും നോക്കിക്കണ്ടതെങ്കിൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കണ്ടില്ലേ നിളാ നദിക്കരയിൽ എത്രയോ ആളുകൾ ആ സ്നാനത്തിന് വേണ്ടി അവർ ഇറങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച, അത് എത്രയോ കാരണം അയ്യപ്പന്റെ ആചാരത്തെയും അനുഷ്ഠാനത്തെയും സംരക്ഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് തീരുമാനിക്കുന്ന തന്ത്രി പുറത്തു വിലസുന്ന യഥാർത്ഥ തെറ്റു ചെയ്തവർ ഇന്നും വിരിഞ്ഞ രീതിയിൽ എന്താ പറയാ, ഞങ്ങളുടെ തൻ്റെ ഇടം കൊണ്ട്, ഞങ്ങളുടെ കഴിവ് കൊണ്ട് എന്ന് പറയുന്ന ആ ഒരു അഹന്തയുടെ ശബ്ദമുണ്ടല്ലോ. ആ അഹന്തയുടെ ശബ്ദത്തിൽ ഭഗവാന്റെ ആചാരത്തെയും അനുഷ്ഠാനത്തെയും ഭഗവാന്റെ സ്വർണത്തെയും മുഴുവൻ അപഹരിച്ചെടുത്തവർ റോഡിൽ നെഞ്ചു വിരിച്ച് നടക്കുകയും ഈ അന്വേഷണത്തിന് വേണ്ടി നേതൃത്വം കൊടുത്ത SIT ഉണ്ടല്ലോ, ആ SITയുടെ മുഖ്യമന്ത്രിയുടെ പിടി
SITയുടെ മുകളിൽ ഏൽപ്പിക്കുകയും ഓരോരോ ആളുകൾക്ക് ജാമ്യം കിട്ടുകയും ചെയ്യുന്ന അയ്യപ്പൻ്റെ ആചാരത്തെയും അനുഷ്ഠാനത്തെയും തകർത്തവർക്ക് നമുക്കറിയാം ഒരു യഥാർത്ഥ അന്വേഷണം പോലും തയ്യാറല്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും നാട്ടിൽ സനാതനധർമ്മത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് അവർ സമ്മതിക്കും എന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം എല്ലാം ഉണ്ടെങ്കിലും എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ടാണ് ഇവിടെ എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. എത്രയോ മഠങ്ങൾ, സന്യാസിമാർ കേരളത്തിലെ തന്നെ നമുക്കറിയാം ഒരു സമയത്ത് ആചാരത്തെയും അനുഷ്ഠാനത്തെയും തകർക്കാൻ പരിശ്രമിച്ചപ്പോൾ വെള്ള സാരി ഉടുത്ത് ആ സാരിയുടെ തലപ്പങ്ങ് തലയിലേക്ക് വലിച്ചിട്ട് ആ ഒരു മാതാമൃതാനന്ദമയി ദേവിയുടെ ഒരു നടത്തമുണ്ടായിരുന്നു തിരുവനന്തപുരത്തേക്ക്. ആ തിരുവനന്തപുരത്തെ സ്റ്റേജിൽ അമ്മ നടുവിലിരിക്കുകയും രാജ്യം മുഴുവനുമുള്ള സന്യാസിവര്യന്മാർ ഒരുമിച്ച് ചേരുകയും ചെയ്തുകൊണ്ട് അന്ന് നമ്മൾ ഒരു പ്രതിധ്വനി സൃഷ്ടിച്ചുവെങ്കിൽ നമ്മളിപ്പോൾ വീണ്ടും കാണുന്നത് സനാതനധർമ്മത്തിന്റെ ഉൾക്കാഴ്ചയും ഈ നവാമുകുന്ദന്റെ മണ്ണെന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ സംഗമസ്ഥാനം ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ആത്മ നിറഞ്ഞ ഈ സായം സന്ധ്യയിൽ ആരതിക്ക് വേണ്ടിയിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. അന്ധകാരം നിറഞ്ഞ മനസ്സിനകത്തേക്ക് ഇരുട്ടിനെ മാറ്റി വെളിച്ചത്തെ സന്നിവേശിപ്പിക്കുന്നത് ആരാണോ അത് ഗുരുവാണ് എന്ന് പറയുന്നത് പോലെ ഇവിടെ ചില ആളുകളുടെ മനസ്സിൽ അന്ധകാരം നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി വെളിച്ചം പകരണേ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഒരുമിച്ച് ഇരിക്കുകയാണ്.